ഹലോ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടാണ്. ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്ന തിങ്കർ എന്ന് പറയുന്നത് ഹന്ന ആരൻഡിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഹന്ന ആരൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കിന്റെ ഒരു ഫോട്ടോ ആണ് ദ ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയനിസം. അവരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബുക്കാണ് ഹന്ന ആരൻഡ് എഴുതിയത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹന്ന ആരൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ വർക്കുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു ഓർഡർ നോക്കാം. ആദ്യം 1951 ദ ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയനിസം എന്നുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നീട് 1958 ദ ഹ്യൂമൻ കണ്ടീഷൻ. പിന്നീട് 1963 ഓൺ റെവല്യൂഷൻ. പിന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ദ എയ്ച്ച്മെൻ ഇൻ ജെറുസലേം. ബെനലിറ്റി ഓഫ് ഈവൽ എന്നുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വെച്ച എയ്ച്ച്മെൻ ഇൻ ജെറുസലേം എന്നുള്ള 1963 വർക്കാണ്. ഇനി 1970 ഓൺ വയലൻസ്. ഇതിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ പലപ്പോഴായിട്ട് ക്വസ്റ്റ്യനുകൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അതേസമയത്ത് തന്നെ പ്രീവിയസ് ഇയറിൽ ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയനിസം ആരെഴുതിയതാണ് എന്നുള്ള ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അവരുടെ ഹന്ന ആരൻഡിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഹന്ന ആരൻഡ് 20th സെഞ്ചുറിയിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആയിരുന്നു ഹന്ന ആരൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഷി വാസ് ബോൺ ഇൻ 1906 ആൻഡ് എ ജർമ്മൻ ജൂ ആണ്. ഷി വെൽഡ് അസൈലം ഇൻ USA എത്തിയ ഒരു ജർമ്മൻ ജൂ ബോൺ ഓൺ ജർമ്മനി ആയിരുന്നു ഹന്ന ആരൻഡ് എന്നുള്ളത് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഹർ വർക്ക് വാസ് റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ ആൻഡ് കണ്ടംപററി പൊളിറ്റിക്കൽ ഇവന്റ്സ്. ആ ഒരു കാലഘട്ടത്തിലെ ഫോർ എക്സാമ്പിൾ ടോട്ടലിറ്റേറിയനിസത്തിന്റെ ഒറിജിൻ എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്ന നാസിസത്തിന്റെയും സ്റ്റാലിനിസത്തെയും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആസ്പെക്റ്റിനെ ഡിബേറ്റ് ചെയ്ത ഒരു വർക്കായിരുന്നു ദ ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയനിസം. അപ്പൊ ആ ഒരു ടൈമിലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കണ്ടംപററി പൊളിറ്റിക്കൽ ഇവന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിരുന്നു ഹന്ന ആരൻഡിന്റെ വർക്കുകളിൽ. Even though she was called as a philosopher, prominent philosopher, she rejected the notion that philosophy is concerned with the man in singular and instead defined herself as a political theorist. Even though ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഫിലോസഫർ ആയിട്ട് പറയുകയാണെങ്കിലും മാൻ ഇൻ സിംഗുലർ എന്നുള്ള കൺസെപ്റ്റിന് അപ്പുറത്തേക്ക് ഷീ ഹെർസെൽഫ് കൺസിഡർ ആസ് എ പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആയിട്ടാണ് ഹന്ന ആരൻഡ് അവരെ കൺസിഡർ ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അവരുടെ ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എന്ന് യൂസ് ചെയ്ത വർക്കുകളിൽ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഷീ അഡോപ്റ്റഡ് ദ മെത്തഡോളജി ഓഫ് ഫിനോമിനോളജി. അതായത് എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരു ഐഡിയ ഡെറൈവ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്ത മെത്തഡോളജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അവര് അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മുടെ മെത്തേഡുകളിൽ നമുക്ക് എക്സ്പീരിയൻസുകളിൽ നിന്നുണ്ടായ ഒരു പൊളിറ്റിക്കൽ തോട്ടാണ് അല്ലെങ്കിൽ അവരുടെ വർക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഫിനോമിനോളജി. ദ മെത്തഡോളജി ഈസ് കോൾഡ് ഫിനോമിനോളജി എന്നുള്ളതാണ്. സോ ഈ മെത്തേഡാണ് അവർ യൂസ് ചെയ്തത്. ആൻഡ് ഷീ വാസ് ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി സ്കോളേഴ്സ് ലൈക്ക് അരിസ്റ്റോട്ടിൽ, സെന്റ് അഗസ്റ്റീൻ ആൻഡ് മാർട്ടിൻ ഹെഡഗർ തുടങ്ങിയിട്ടുള്ള സ്കോളേഴ്സിനാൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു ഹന്ന ആരൻഡ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഓർക്കേണ്ട ഒരു കാര്യം, ഷീ അഡോപ്റ്റഡ് ദ മെത്തഡോളജി ഓഫ് ഫിനോമിനോളജി വിച്ച് ഈസ് എ മെത്തേഡ് വർ തിയറീസ് ആർ ഗിവൺ ഓൺ ദ ബേസ് ഓഫ് എക്സ്പീരിയൻസ്. അതോടൊപ്പം അവരുടെ ക്രൊണോളജിക്കൽ ആയിട്ടുള്ള വർക്കുകളും ഓർത്തിരിക്കുക. ഇനി എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഒറിജിൻസ് ഓഫ് ടോട്ടലിറ്റേറിയനിസം ആണ്. അക്കോർഡിംഗ് ടു ഹന്ന ആരൻഡ് ഷീ ഡിസ്ക്രൈബ് ടോട്ടലിറ്റേറിയൻ ആസ് ദ റൂൾ ഓഫ് ടെറർ ആൻഡ് ഐഡിയോളജി. ടെററിന്റെയും ഐഡിയോളജിയുടെയും റൂൾ എന്നാണ് ടോട്ടലിറ്റേറിയനിസത്തെ ഹന്ന ആരൻഡ് വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഷീ കൺസിഡർ ദാറ്റ് വയലൻസ് ബിക്കം ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ആൻഡ് ഈ ഒരു ടോട്ടലിറ്റേറിയനിസത്തിൽ വയലൻസ് എന്ന് പറയുന്നത് ഒരു എൻഡാണ്. ഷീ കൺസിഡേർഡ് ആ ഒരു അവരുടെ ടൈമിൽ ഉണ്ടായിരുന്ന രണ്ട് ടോട്ടലിറ്റേറിയൻ ആയിട്ടുള്ള കുറെ റെജിംസ് ഉണ്ടായിരുന്നു. ആ ഒരു പീരീഡിൽ 1920s നമുക്കറിയാം നാസിസം വളരെ പ്രിവലന്റ് ആയിരുന്നു. ആ സ്റ്റാലിനിസത്തിന്റെ ഒക്കെ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂളുകൾ, ഡെസ്പോട്സ് ആയിട്ടുള്ള റൂളുകൾ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്ന് ഈ ഒരു ടോട്ടലിറ്റേറിയനിസത്തെ വ്യത്യസ്തമാക്കുന്നത് ഇൻ ദിസ് കേസ് മറ്റുള്ള കാര്യത്തിൽ വയലൻസിനെ ഒരു മീനായിട്ടാണ്, ഒരു മാർഗമായിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ ടോട്ടലിറ്റേറിയനിസത്തിൽ വയലൻസ് ബിക്കം ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. വയലൻസ് അതിന്റെ ഒരു എൻഡായിട്ട് തന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ യൂസ് ഓഫ് വയലൻസ് വിത്തൗട്ട് സ്ട്രാറ്റജിക് റേഷണാലിറ്റി. സ്ട്രാറ്റജിക് റേഷണാലിറ്റി ഇല്ലാത്ത വയലൻസിന്റെ യൂസ് എന്നുള്ളതാണ് ടോട്ടലിറ്റേറിയനിസത്തെ അവർ വിശേഷിപ്പിച്ചത്. And she also stated that it is exploitative and in that case
ഇൻ ദിസ് certain type of system there is no freedom to people. പീപ്പിളിന്റെ ഒരു ഫ്രീഡവും ഇല്ല എന്നുള്ള കാര്യവും ഹന്ന ആരൻഡ് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. And according to her, this totalitarianism is bureaucratically a centralized violence. Bureaucratically centralized violence ആണ് that made possible by 20th century technology in service of 19th century ideology. 19th century ideology വെച്ചുകൊണ്ട് 20th century technology യൂസ് ചെയ്ത ബ്യൂറോക്രാറ്റിക്കലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വയലൻസ് ആണ് ടോട്ടലിറ്റേറിയനിസം എന്നാണ് ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയം 1951 വർക്കിനകത്ത് അവർ പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓട്ടോക്രാറ്റിക് റൂളിൽ നിന്ന് മറ്റൊരു വ്യത്യാസം ഈ ഒരു ടോട്ടലിറ്റേറിയൻ ആ ഒരു പീരീഡിൽ നാസിസത്തിലൊക്കെ കണ്ടുവന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റുള്ള കേസുകൾ ഇറ്റ് വാസ് ജസ്റ്റ് ദ കൺട്രോൾ ഓഫ് ബോഡി അല്ലെങ്കിൽ സ്പീച്ചിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ടോട്ടലിറ്റേറിയനിസത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇറ്റ് വാസ് ആൾസോ നോട്ട് ജസ്റ്റ് ദ കൺട്രോൾ ഓഫ് ബോഡി, ഇറ്റ് വാസ് ആൾസോ അബൌട്ട് കൺട്രോളിങ് സോൾ. സോളിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഈ ഒരു പീരീഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. And she also stated that this imperialism അല്ലെങ്കിൽ ക്യാപിറ്റലിസം, മോഡേണിറ്റി, റേഷ്യലിസം ഇതൊക്കെ ടോട്ടലിറ്റേറിയനിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കുള്ള ഒരു ബേസ് ഫോം ചെയ്തു എന്നുള്ള അഭിപ്രായവും ആര് പറയുന്നുണ്ട്? ഹന്ന ആരൻഡ് വളരെ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇമ്പീരിയലിസം എങ്ങനെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഇമ്പീരിയലിസം വിൽ ഇവൻച്വലി ലെഡ് ടു വാർ, ഒരു വാറിലേക്ക് നയിക്കും. അത് നമ്മൾ എവിടെയാണ് ഫസ്റ്റ് വേൾഡ് വാറിലടക്കം കണ്ടതാണ്. ഈ വാറിലേക്ക് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഇറ്റ് വിൽ റൂയിൻ ദ എക്കണോമിക്സ് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ എക്കണോമിക് ക്രൈസിസ്. ഫോർ എക്സാമ്പിൾ ജർമ്മനി ഇറ്റ്സെൽഫ്, ജർമ്മനിയിലെ ഈ ഒരു എക്കണോമിക് ക്രൈസിസിന്റെ ഒരു സിറ്റുവേഷൻ വരുന്നു. ദർ വാസ് ആൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വരുന്നു. അങ്ങനെയുള്ള ഒരു കേസിനകത്ത് ഇൻഡിവിജ്വൽസ് വിൽ സപ്പോർട്ട് എ സിസ്റ്റം ഫോർ ഓർഡർ ആൻഡ് സെക്യൂരിറ്റി, ഒരു ഓർഡറും സെക്യൂരിറ്റിയും കൊണ്ടുവരുന്ന ഒരു സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യും. അവിടെയാണ് ഒരു ടോട്ടലിറ്റേറിയൻ റെജീം ജർമ്മനിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു ടോട്ടൽ ഇൻസ്റ്റെബിലിറ്റിയുടെ എക്കണോമിക് ക്രൈസിസിന്റെ പീരീഡിൽ ദേ വിൽ സപ്പോർട്ട് സ്ട്രോങ് ലീഡേഴ്സ് ആയിട്ടുള്ള ഓർഡറും സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ട്രോങ് ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇൻ എ വേ after certain period these strong leaders will manipulate and change into ഈ ഡെസ്പോട്ട് ആയിട്ടുള്ള വളരെ ഈ ഒരു ടോട്ടലിറ്റേറിയൻ സെറ്റപ്പിലേക്ക് വഹിക്കുന്ന ലീഡേഴ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ വേ ദാറ്റ് ഇവൻച്വലി ഇമ്പീരിയലിസം വാറിലേക്കും അത് എക്കണോമിക് ക്രൈസിസിലേക്കും പിന്നെ ഈ ഒരു ടോട്ടലിറ്റേറിയനിസത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് ഹന്ന ആരൻഡ് പറയുന്നത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ആൻഡ് ആൾസോ ഈ ഒരു റേഷ്യൽ സുപ്പീരിയോറിറ്റി എന്നുള്ള കൺസെപ്റ്റും ഇതിനോട് അവർ കൂട്ടി വായിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ടോട്ടലിറ്റേറിയനിസത്തിനെ മുന്നോട്ട് വെക്കുന്ന ലീഡേഴ്സ് എല്ലാം തന്നെ ഈ റേഷ്യൽ സുപ്പീരിയോറിറ്റിയെ അവരുടെ റെജിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലർ. അതുകൊണ്ട് തന്നെ ഈ ജോസഫ് ആർതർ ഡി ഗോബിനോ അടക്കമുള്ള ഈ ഒരു ഈ റേഷ്യൽ സുപ്പീരിയോറിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന തിയറി മുമ്പോട്ട് വെക്കുന്ന ആൾക്കാരെ, സ്കോളേഴ്സിനെയും ഹന്ന ആരൻഡ് വളരെ രൂക്ഷമായിട്ട് ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയനിസത്തിലൂടെ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവര് ഇമ്പീരിയലിസവും റേഷ്യൽ സുപ്പീരിയോറിറ്റിയും എല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള മോഡേണിസവും എല്ലാം തന്നെ ഈ ഒരു ടോട്ടലിറ്റേറിയനിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ആയിട്ട്, ഒരു ബേസ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് ഹന്ന ആരൻഡ് ഇതിനകത്ത് വ്യക്തമാക്കുന്നു. ഇനി അവർ പറയുന്ന ഈ ഒരു ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയനിസത്തിൽ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ഇതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ഹ്യൂമൻ കണ്ടീഷൻ എന്നുള്ളതാണ്. ഈ ഹ്യൂമൻ കണ്ടീഷൻസിൽ വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹ്യൂമൻ കണ്ടീഷൻ എന്നുള്ള ബുക്കിനകത്താണ് തിയറി ഓഫ് ആക്ഷൻ ഓർ കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ഹന്ന ആരൻഡ് വ്യക്തമാക്കുന്നത്. ആൻഡ് ഇതിനകത്ത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൺസെപ്റ്റ് ആണ് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം 2 ടൈപ്പ് ഓഫ് ആക്ഷനുകൾ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് തിങ്കിങ് ആൻഡ് ആക്ഷൻ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് വൈറ്റ ആക്റ്റീവ. ഈ വേർഡ് ഓർത്ത് വെക്കുക. വൈറ്റ ആക്റ്റീവ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണ്, നമുക്കറിയാം, വാക്കിൽ നിന്ന് വളരെ ക്ലിയർ ആണ്. ഇനി വൈറ്റ കണ്ടംപ്ലേറ്റീവ എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആണ്. അങ്ങനെ ഹ്യൂമൻ ബീങ്സിൽ 2 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണുള്ളത്, ഒന്ന് തിങ്കിങ്, ഒന്ന് ആക്ഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹന്ന ആരൻഡ് ഇതിനകത്ത് ആക്ഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതായത് തിങ്കിങ്ങിനല്ല, ആക്ഷൻ ആണ്, പ്രവർത്തനത്തിനാണ് ഹന്ന ആരൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഷീ ഫേവേഴ്സ് മാർക്സ് ഓവർ പ്ലാറ്റോ. കാരണം പ്ലാറ്റോ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഓവർ ഏത് ആക്ഷന്. പക്ഷെ മാർക്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആക്ഷൻ ആണ്. അതുകൊണ്ട് ഹന്ന ആരൻഡ് ഫേവർ ചെയ്യുന്ന ആളാരായിരിക്കും? സ്വാഭാവികമായിട്ടും മാർക്സ് ആയിട്ടും. ആൻഡ് സോ ബേസിക്കലി വി ക്യാൻ സേ ദാറ്റ് ഹന്ന ആരൻഡ്, according to Hannah Arendt, action is important. As a result, she favors Marx over Plato, who gave primacy of action over thinking. തിങ്കിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന പ്ലാറ്റോയേക്കാൾ ഹന്ന ആരൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് ആക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന മാർക്സിനെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു ബുക്കിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം എന്ന് പറഞ്ഞാൽ ഹീറാർക്കി ഓഫ് ആക്ഷൻ ആണ്. ഇത് 1 വേർഡ് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
ഈ ഒരു ഹെയറാർക്കി മാത്രം ഓർത്തിരുന്നാൽ മതി, എക്സാം പോയിന്റ് ഓഫ് വ്യൂ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ട. അതായത് ലേബർ ആണ് ഏറ്റവും താഴെ ഈ ഹെയറാർക്കിയിൽ, പിന്നീട് വർക്ക്, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞതുപോലെ ഹെയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡർ ആണ്, അടിയിൽ ലേബർ, തൊട്ട് മുകളിൽ വർക്ക് വരും, അതിനും ഏറ്റവും ടോപ്പ് ഓഫ് ഹെയറാർക്കി എന്ന് പറയുന്ന ആക്ഷൻ ആണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇനി അക്കോർഡിംഗ് ടു ഹന്ന ആരൻഡിനെ സംബന്ധിച്ചോളം എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഷീ ഡിഫറൻഷിയേറ്റഡ് സ്ട്രെങ്ത്, ഫോഴ്സ് ആൻഡ് വയലൻസ് വിത്ത് പവർ. ഈ 4 കൺസെപ്റ്റിനെ അവർ വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ കൺസെപ്റ്റ് സ്ട്രെങ്ത്തിനെയും പവറിനെയും രണ്ടാക്കി പറയുന്നുണ്ട്. അതായത് സ്ട്രെങ്ത് എന്നുള്ള വാക്കും പവർ എന്നുള്ള ടേമും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് ഹന്ന ആരൻഡ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്, പക്ഷെ പവർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ഷീ ഈസ് ബേസിക്കലി സെയിങ് ദാറ്റ് ദർ ഈസ് ഡിഫറൻസ് ഇൻ ടേംസ് ലൈക്ക് സ്ട്രെങ്ത് ആൻഡ് പവർ എന്നുള്ള കൺസെപ്റ്റിൽ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ഫോഴ്സും പവറും തമ്മിലും ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഹന്ന ആരൻഡ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് വേൾഡ് ഓഫ് നാച്ചുറിന്റെ ഭാഗമാണ് ഫോഴ്സ് എന്നുള്ള കാര്യം. അതേസമയത്ത് പവർ എന്ന് പറയുന്നത് വേൾഡ് ഓഫ് ഹ്യൂമൻസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് പവർ എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു വേൾഡ് ഓഫ് ഹ്യൂമൻസ്, അതേ സമയത്ത് തന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ബിലോങ്സ് ടു ദ വേൾഡ് ഓഫ് നാച്ചർ ആണ് എന്നുള്ള കാര്യം. ഇതാണ് ഇത് തമ്മിലുള്ള ഫോഴ്സും പവറും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഷീ കമ്പയർ ചെയ്യുന്നത് ഡിഫറൻസ് ഇൻ പവറും വയലൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. ഷീ കൺസിഡർ പവർ ബിലോങ് ടു, ഹന്ന ആരൻഡിനെ സംബന്ധിച്ചിടത്തോളം പവർ ബിലോങ് ടു പീപ്പിൾ. പവർ എന്ന് പറയുന്നത് പീപ്പിളിന് ബിലോങ് ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ വയലൻസിനെ ബിലോങ് ചെയ്യുന്ന ആരാണ്, സ്റ്റേറ്റ് ആണ്. ഇതാണ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അതായത് പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ ആൻഡ് വയലൻസ് ബിലോങ് ടു സ്റ്റേറ്റ്. സോ ഇതാണ് സ്ട്രെങ്ത്, ഫോഴ്സും വയലൻസും പവർ എന്നുള്ള കൺസെപ്റ്റും ഈ ഒരു 3 കാര്യങ്ങളും തമ്മിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇത് ഓർത്തിരിക്കുക. ബേസിക്കലി ഇത് എന്താണ് ഈ മൊത്തത്തിൽ ഈ കൺസെപ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ പവർ എമർജ് വെൻ പീപ്പിൾ കെയിം ടുഗദർ. അവർ പറഞ്ഞു വെക്കുന്ന ടോട്ടൽ കാര്യം എന്ന് പറഞ്ഞാല് പീപ്പിൾ കൂടിച്ചേരുന്ന സമയത്ത് ഒരു പബ്ലിക് സ്പിയറിലേക്ക് വരുമ്പോഴേക്ക് പവർ എമർജ് ചെയ്യും. അതേ സമയത്ത് തന്നെ അവരവരുടെ പ്രൈവറ്റ് സ്പിയറിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു പവർ ഡിസപ്പിയർ ആകും എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. സോ ഇറ്റ് ബിക്കെയിം ക്ലിയർ ദാറ്റ് നെയ്തർ എക്കണോമിക് റിസോഴ്സസ് ഓർ ബ്യൂറോക്രാറ്റിക് ഓഫീസ് മേക്ക് വൺ പവർഫുൾ. അതായത് എക്കണോമിക് റിസോഴ്സസും ബ്യൂറോക്രാറ്റിക് ഓഫീസും ഉണ്ടായാൽ മാത്രം പവർ ഉണ്ടാവില്ല എന്നുള്ള കൺസെപ്റ്റ് ആണ് ഹന്ന ആരൻഡ് പറയുന്നത്. മറ്റൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കേണ്ടത് ഷീ ബേസിക്കലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ട്രെങ്ത്, ഫോഴ്സ് ആൻഡ് വയലൻസ് വിത്ത് പവർ. ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇനി അവർ റെവല്യൂഷനെ പറ്റി പറഞ്ഞാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ്. റെവല്യൂഷനെ പറ്റി പറയുമ്പോഴേക്ക് ഹന്ന ആരൻഡ് അപ്രീഷിയേറ്റ് അമേരിക്കൻ റെവല്യൂഷൻ, അതേ സമയത്ത് തന്നെ ഷീ ക്രിട്ടിസൈസ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഇത്രയും ഓർത്തിരിക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവില്. ഇനി കാരണം എന്താണെന്നും കൂടി ഞാൻ ക്ലിയർ ആക്കാം. അമേരിക്കൻ റെവല്യൂഷൻ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണം ആ അമേരിക്കൻ റെവല്യൂഷന്റെ അനന്തരഫലം എന്നോണം ഇറ്റ് ഗീവ്സ് പൊളിറ്റിക്കൽ ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റ് അമേരിക്കൻ റെവല്യൂഷൻ പ്രൊവൈഡ് ചെയ്തു. പക്ഷെ ഫ്രഞ്ച് റെവല്യൂഷൻ അങ്ങനെയുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള റെവല്യൂഷൻ അല്ലായിരുന്നു എന്നുള്ളതാണ് ഹന്ന ആരൻഡ് പറയുന്നത്. കാരണം ഈ ഫ്രഞ്ച് റെവല്യൂഷന്റെ അവസാനം ഉണ്ടായത് ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ഫ്രീഡത്തിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ മെത്തേഡുകൾ വയലന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് റെവല്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അമേരിക്കൻ റെവല്യൂഷനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഹന്ന ആരൻഡ്. ഇറ്റ് വാസ് ഡിസ്കസ്ഡ് ഇൻ ഹെർ വർക്ക് ഓൺ റെവല്യൂഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ഓർത്തിരിക്കുക. ഷീ കൺസിഡർ കോൾസ് അമേരിക്കൻ റെവല്യൂഷൻ as ക്ലീൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ as tale of necessity. ഇത് ഓർത്തിരിക്കുക. ഈ ടേം ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ആൾസോ ഹന്ന ആരൻഡ് ഈസ് ക്രിട്ടിക് ഓഫ് മാർക്സ്. ഈ ഒരു കാര്യത്തിൽ മാർക്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു ബിക്കോസ് മാർക്സ് ഫേവേഴ്സ് വയലന്റ് റെവല്യൂഷൻ. ഈ റെവല്യൂഷന്റെ കാര്യത്തിൽ അവർ മാർക്സിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണം ബിക്കോസ് മാർക്സ് വയലന്റ് റെവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഹന്ന ആരൻഡ് എതിർക്കുന്ന ഒരാളാണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കേണ്ടുന്ന ഒരു ഫാക്ടറാണ്. അറ്റ് ദ സെയിം ടൈം, ഈവൻ ദോ ഷീ അപ്രീഷിയേറ്റ് അമേരിക്കൻ റെവല്യൂഷൻ, she basically state that though American revolution is better than French revolution, yet it is incomplete. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർ അഭിപ്രായപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം ഇറ്റ് പ്രൊവൈഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ചെക്ക് ഓൺ ആർബിട്രറി എക്സസൈസ് പവറിന്റെ ആർബിട്രറി എക്സസൈസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ അമേരിക്കൻ റെവല്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട്
ഇറ്റ് ഡസന്റ് ക്രിയേറ്റഡ് ഇനഫ് സ്പേസ് ഫോർ പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ പബ്ലിക് സ്പിയർ. എന്നാൽ പബ്ലിക് സ്പിയറിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പീപ്പിളിന്റെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തിനു പറ്റിയിട്ടില്ല? അമേരിക്കൻ റവല്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് ഒരു വിജയമായി, ഒരു കംപ്ലീറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. ബട്ട് ഷീ അപ്രീഷിയേറ്റ് അമേരിക്കൻ റവല്യൂഷൻ ഓവർ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഷീ സ്റ്റേറ്റ് ദാറ്റ്, ഈ മാർക്സ് പറയുന്നത് പോലെ ഒരു വയലന്റ് റവല്യൂഷൻ അല്ല അവർ പറയുന്നത്. ഹന്നാ അരൻഡ് ബേസിക്കലി സ്റ്റേറ്റ് ദാറ്റ് റിയൽ റവല്യൂഷൻ ഈ സെക്യുലറൈസേഷൻ ആണ്, ആൻഡ് ആൾസോ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്. പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഹാപ്പിനെസിന്റെ പാർട്ടാണ് എന്നുള്ളതും ഹന്നാ അരൻഡ് പറയുന്നുണ്ട്. ഇനി അവസാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഹന്നാ അരൻഡിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ പെർസ്പെക്റ്റീവിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ദ കൺസെപ്റ്റ് ഓഫ് ബെനാലിറ്റി ഓഫ് ഈവൽ എന്നുള്ളതാണ്. ഈ ഒരു കൺസെപ്റ്റ് അവർ പറയുന്നത് എയ്ച്ച്മാൻ ഇൻ ജെറുസലേം എ റിപ്പോർട്ട് ഇൻ ബെനാലിറ്റി ഓൺ ഈവൽ എന്നുള്ള 1963 എഴുതിയ ഇതിനാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് എയ്ച്ച്മാൻ എന്നുള്ള ഒരു ചീഫ് ഹിറ്റ്ലറിന്റെ ഹോളോകാസ്റ്റിലെ ജൂസിനെ മാസ് കില്ലിംഗ് നടത്തുന്ന ഒരു ചീഫ് ആർക്കിടെക്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ആൻഡ് ഹി വാസ് ക്യാപ്ചേർഡ് ഇൻ അർജന്റീന ആൻഡ് ബ്രോട്ട് ടു ഇസ്രായേൽ ഫോർ ട്രയൽ. ഇങ്ങനെ മാസ് കില്ലിങ്ങിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ ഈ എയ്ച്ച്മാനെ അർജന്റീനയിൽ വെച്ച് പിടികൂടുകയും ഇസ്രായേലിലേക്ക് ട്രയൽസിന് കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് ഈ ഒരു കാര്യത്തിൽ ഷീ എക്സ്പ്ലോർഡ് ദ റീസൺ, എന്താ കാരണം കൊണ്ടാണ് ഈ ഒരു എയ്ച്ച്മാൻ ഈ ബെനാലിറ്റി ഓഫ് ഈവൽ എന്നുള്ള കൺസെപ്റ്റ് ഈ ഒരു ഹോളോകാസ്റ്റിന് കൂട്ടുനിന്ന് എന്നുള്ളതാണ് അവര് ചെക്ക് ചെയ്തത്, ഈ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അവര് ഹന്നാ അരൻഡ് ഫൈൻഡ് ചെയ്ത റീസൺ എന്ന് പറയുന്നത്, ഷീ ഫൈൻഡ് ഔട്ട് ദാറ്റ് മെയിൻ റീസൺ വൈ ഹി വാസ് ആക്ടഡ് ആസ് എ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഹിറ്റ്ലർ ഹോളോകാസ്റ്റ് വാസ് ബെനാലിറ്റി ആസ് ദ മേജർ കോസ്റ്റ്. ബെനാലിറ്റി ഓഫ് ഈവൽ എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണമായിട്ട് ഹന്നാ അരൻഡ് കണ്ടുപിടിച്ചത്. ഈ ഒരു കാര്യം ബെനാലിറ്റി ഓഫ് ഈവൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ബ്ലൈൻഡ് ഒബീഡിയൻസ് എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ അന്ധമായ വിശ്വാസം എന്നുള്ള രീതിയിൽ ഹിറ്റ്ലറിലുള്ള അന്ധമായ വിശ്വാസമാണ് അദ്ദേഹത്തെ നയിച്ചത് എന്നുള്ളതാണ് എയ്ച്ച്മാൻ ഇൻ ജെറുസലേമിൽ ഹന്നാ അരൻഡ് പറയുന്നുണ്ട്. അതായത് ഷീ സ്റ്റേറ്റ് ദാറ്റ് the H-man killed Jews not because of presence of hatred. ഒരു ഹേറ്റഡിന്റെ അനന്തരഫലം എന്നോണമല്ല, ബട്ട് ആബ്സെൻസ് ഓഫ് ഇമാജിനേറ്റീവ് കപ്പാസിറ്റീസ്. അദ്ദേഹത്തിന് ഇമാജിനേറ്റീവ് കപ്പാസിറ്റി ഇല്ലാതെ ഈ ഒരു ബെനാലിറ്റി, അന്ധമായിട്ടുള്ള ഹിറ്റ്ലറിന്റെ ഒരു ഇത് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ ഒരു ഹോളോകാസ്റ്റിലേക്ക് അയാളെ നയിച്ചത് എന്നുള്ളതാണ്, അല്ലാതെ ഹേറ്റഡ് അല്ല എന്നുള്ളതാണ് ബെനാലിറ്റി ഓഫ് ഈവിൽ പറയുന്നുണ്ട്. സോ ഷീ സെയിങ് അബൌട്ട് ദിസ് കൺസെപ്റ്റ് ഓഫ് ബെനാലിറ്റി ഓഫ് ഈവിൽ, അന്ധമായിട്ടുള്ള ഈവിലിനെ ഈ ഒരു വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ആൻഡ് അതിനുള്ള കാരണമായിട്ട് അവർ പറയുന്ന കാര്യം, ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഹേറ്റഡ്, ഫെയിൽഡ് ടു യൂസ് ക്രിട്ടിക്കൽ റീസണിങ് ആൻഡ് മോറൽ ജഡ്ജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഹിറ്റ്ലറിന്റെ ഓർഡറുകൾ അവർ സ്വീകരിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ബട്ട് ഇത് വളരെ ഹൈലി കോൺട്രവേഴ്സ്യൽ ആയിരുന്നു. കാരണം ഈ ഒരു പീരീഡിനെ ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലൻ വോൾഫ് ആർഗ്യൂ ചെയ്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഹന്നാ അരൻഡ് കോൺസെൻട്രേറ്റഡ് ടു മച്ച് ഓൺ ദ ഹൂ എയ്ച്ച്മാൻ വാസ് റൈദർ ദാൻ വാട്ട് എയ്ച്ച്മാൻ ഡിഡ്. എയ്ച്ച്മാൻ എന്നുള്ള മനുഷ്യൻ നടത്തിയ ഹോളോകാസ്റ്റിൽ അദ്ദേഹത്തിന്റെ റോളിനെ പറ്റിയിട്ടല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് ഈ റിപ്പോർട്ടിനകത്ത് ആരാണ് എയ്ച്ച്മാൻ എന്നുള്ളതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ് ഇസ് എ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള, വളരെ ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എയ്ച്ച്മാൻ എന്നുള്ള കാര്യത്തിൽ ആ മെത്തേഡ് അവരുപയോഗിച്ച കാര്യത്തിനകത്ത് എയ്ച്ച്മാൻ ചെയ്ത കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ള ഒരു വിമർശനമുണ്ട്. ആൻഡ് ഓൾസോ അക്കോർഡിംഗ് ടു ഹർ ഈവൽസ്, ഹന്നാ അരൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈവൽസ് ബിക്കം നോർമൽ because it has become part of our daily life. If a crime against humanity become regular feature of life without being named and opposed, such crime became normal. അവർ പറയുന്ന ഇതിൽ നിന്നുണ്ടാക്കിയ ഒരു സമ്മറി എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രൈം തന്നെ അത് റെഗുലർ ആയിട്ട് ഹ്യൂമാനിറ്റിക്കെതിരെ വരുത്തുമ്പോൾ അത് ഇൻ എ വേ ഇവൻച്വലി ഇറ്റ് വിൽ ബിക്കം എ നോർമൽ ആൻഡ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു ബെനാലിറ്റി ഓഫ് ഈവൽ എന്നുള്ള കൺസെപ്റ്റിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഹെവിലി ക്രിട്ടിസൈസ് എന്നുള്ളത് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് ഹന്നാ അരൻഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. കൺസെപ്ച്വലി വളരെ കാര്യങ്ങൾ എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കാറില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിക്കാം. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ക്രൊണോളജിക്കൽ ഓർഡർ ഓർത്തിരിക്കുക. പിന്നെ ആരാണ് ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയൻസ് ആരാണ് എഴുതിയത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. ബെനാലിറ്റി ഓഫ് ഈവൽ എന്താണ് കൺസെപ്റ്റ് എന്ന് പറയും. പിന്നെ ഇതിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ, ഓൺ റെവല്യൂഷൻ 1970, എയ്ച്ച്മാൻ ഇൻ ജെറുസലേം 1963 ആണ്. ഇങ്ങനെയുള്ള ബുക്കുകളുടെ ഓർഡർ പലപ്പോഴായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ UGC ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഈ ലാസ്റ്റത്തെ സെക്ഷനിൽ ഓൺ ടോട്ടലിറ്റേറിയനിസം എഴുതിയത് ആരാണ്, ഇതിനെ പറ്റിയിട്ട് ഒറിജിൻ ഓഫ് ടോട്ടലിറ്റേറിയൻസ് ആരാണ് എഴുതിയത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ബെനാലിറ്റി ഓഫ് ഈവൽ എന്നുള്ള കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഷീ വാസ് ജർമ്മൻ ബോൺ, അതേസമയത്ത് അമേരിക്കൻ അസൈലം സ്വീകരിച്ച
ഒരു ഫിലോസഫർ ആണ് എന്നുള്ള പോയിന്റും ഓർത്തിരിക്കുക. ഇറ്റ്സ് മോർ അബൌട്ട് ഫാക്ട്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് UGCയുടെ ഏരിയ അല്ല, ബട്ട് ഇവൻച്വലി 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ബുക്കിനെ സംബന്ധിച്ചായിരിക്കും, കൺസെപ്റ്റിനെ ഈ ഒരു ഏതൊക്കെ കൺസെപ്റ്റ് ഇവര് പറഞ്ഞത് എന്നുള്ള രീതിയിലായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഹന്ന അരൻഡിനെ സംബന്ധിച്ച് പറയാനുള്ളത്. താങ്ക് യു.